സപ്പോസ് ഇതെന്റെ ഹെയർ ആണ്, ഐ നോ, ബട്ട് കുറച്ച് നേരത്തേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. ഹിജാബ് എങ്ങനെയാ ഇങ്ങനെ ഷേപ്പിൽ കിടക്കുന്നതെന്ന് കുറേ പേര് ചോദിച്ചിരുന്നു. അതിനുള്ള വീഡിയോ ആണിത് കേട്ടോ. ശരിക്കും ഇതെന്റെ ഹെയർ ആയിരുന്നെങ്കിൽ എന്ന് വരെ തോന്നിപ്പോയി. നല്ല ലെങ്തി ആയിട്ടുണ്ടായിരുന്ന എന്റെ ഹെയർ ഈ ഇടയ്ക്കാണ് ഞാൻ വെട്ടി ഷോർട്ട് ആക്കിയത്. നമുക്കിനി കാര്യത്തിലേക്ക് കിടക്കാം. ഹിജാബ് പ്രോപ്പറായിട്ട് കിടക്കാനും നല്ല ഷേപ്പിൽ കിടക്കാൻ വേണ്ടിയിട്ടും ഞാൻ യൂസ് ചെയ്യുന്നത് സെറേന്റെ ഈ സ്ക്രഞ്ചീസ് ആണ് കേട്ടോ. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ യൂസ് ചെയ്യുമ്പോൾ ഒട്ടും ബുദ്ധിമുട്ടില്ല. ഹെയർ ഒന്നത് ഇതുപോലെ പോണിറ്റേൽ കെട്ടിയിട്ട് ജസ്റ്റ് സ്ക്രഞ്ചീസ് ഇട്ട് കൊടുത്താൽ തന്നെ നമ്മുടെ ഷോൾ പ്രോപ്പറായിട്ട് കിടക്കും. ഹെയർ കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു ഡെമോൺസ്ട്രേഷൻ. പിന്നെ സ്ക്രഞ്ചീസ് ഞാൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഹൈ പോണിറ്റെയിൽ കെട്ടാറില്ല കേട്ടോ. ലോ പോണിറ്റെയിലാണ് ഞാൻ കെട്ടാറുള്ളത്. ഹൈ പോണിറ്റെയിൽ ആയിട്ടുണ്ടെങ്കിൽ അതൊരു ക്യാമൽ ഹമ്പ് ഫീൽ ആയിരിക്കും തരിക. ലോ പോണിറ്റെയിൽ ആണെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഓൾ ഡേ ലോങ് പ്രോപ്പറായിട്ട് ഹിജാബ് സ്റ്റേബിൾ ആയിട്ട് അവിടെ തന്നെ നിൽക്കും. ഏത് ടൈപ്പ് ഹിജാബും പ്രോപ്പറായിട്ട് കിടക്കാൻ ഈ സ്ക്രഞ്ചീസ് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഞാൻ ഫസ്റ്റ് ഒരു ഷിമ്മർ ഹിജാബാണ് ഇട്ടത്. ഇപ്പൊ ദേ പഷ്മിന ഹിജാബാണ് ട്രൈ ചെയ്യുന്നത്. ഒറ്റ പിന്നിലാണ് ഞാൻ ഈ ഒരു ഹിജാബ് സ്റ്റൈൽ ചെയ്തിട്ടുള്ളത്. അതും പ്രോപ്പറായിട്ട് സ്ക്രഞ്ചീസ് ഉള്ളത് കൊണ്ട് നല്ല ഷേപ്പിൽ അവിടെ കിടക്കുന്നുണ്ട്. ഇനി ഞാൻ സ്റ്റൈൽ ചെയ്ത് നോക്കുന്നത് ജോർജറ്റ് ഹിജാബ്സ് ആണ് കേട്ടോ. ഇതിനും ഞാൻ പിൻസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ബട്ട് സ്റ്റിൽ നല്ല രീതിയിൽ തന്നെ ഹിജാബ് അവിടെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നുണ്ട് ആൻഡ് നല്ലൊരു ഷേപ്പും കിട്ടുന്നുണ്ട്. ഇനി എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സെറയുടെ ജേഴ്സി ഹിജാബ്. ഈ ഒരു ഹിജാബിന് പിൻസേ വേണ്ട. ഹിജാബ് സെറയുടെ ജേഴ്സി ആണെങ്കിൽ ജസ്റ്റ് ഹെയർ ക്യാപ്പ് ഇടുക, സ്ക്രഞ്ചീസ് ഇടുക, ഹിജാബ് ഇടുക. വേറെ പിൻസോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. ഓൾമോസ്റ്റ് എല്ലാ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ഷോപ്സിലും സെറയുടെ സ്ക്രഞ്ചീസ് അവൈലബിൾ ആണ്. ഡു ചെക്ക് ഇറ്റ് ഔട്ട് ആൻഡ് ട്രൈ ഇറ്റ് ഔട്ട്.